മനം തുറന്നാൽ എന്ന മാനസിക ആരോഗ്യ പരിപാടിയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നത്തെ എപ്പിസോഡില് നമ്മോടൊപ്പം ഉള്ളത് വിൻസെൻഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായിട്ടുള്ള സിസ്റ്റർ ഡോക്ടർ ഡോണയാണ്. സിസ്റ്ററെ, സ്വാഗതം. കൂടാതെ രണ്ട് വിശിഷ്ട അതിഥികൾ കൂടി നമ്മോടൊപ്പം ഉണ്ട്. ഫാദർ ജോസ് പയ്യപ്പള്ളി CMI, അച്ഛൻ തലൂർ ജെറുസലേം ധ്യാന കേന്ദ്രത്തില് ശുശ്രൂഷ ചെയ്തു വരികയാണ്. അച്ഛാ, സ്വാഗതം. ഒപ്പം മലയാറ്റൂർ കുരിശുമുടി മുൻ സ്പിരിച്വൽ ഡയറക്ടറും മൈനർ സെമിനാരി സ്പിരിച്വൽ ഡയറക്ടറും യുവജന ശുശ്രൂഷകനുമായിട്ടുള്ള ഫാദർ വക്കച്ചൻ കൂമ്പയിലാണ്. അച്ഛാ, സ്വാഗതം. സിസ്റ്ററെ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ കുട്ടികളുടെ അല്ലെങ്കിൽ യുവജനങ്ങളുടെ മാനസിക ആരോഗ്യത്തെ കുറിച്ചിട്ട് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ വാർദ്ധക്യ ദിശയിലുള്ള വ്യക്തികളിലെ ഈ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെ ഒന്ന് വിവരിക്കാമോ? ഓക്കെ, കൂടുതലും വാർദ്ധക്യ ദിശയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഫിസിയോളജിക്കൽ, അതായത് ശാരീരികമായും കുറച്ച് ക്ഷീണിതമായി, അല്ലെങ്കിൽ അവർ ഇതിനു മുൻപേ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും റൊട്ടീൻസ് കാര്യങ്ങൾ ഒക്കെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. ആദ്യകാലങ്ങളിൽ അവരുടെ ജീവിതത്തിൽ ജോലി ചെയ്യുന്നു, അല്ലെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും ജീവിതത്തിൻ്റെ വലിയ ഒരു മേഖലയിൽ നിന്ന് പതുക്കെ പതുക്കെ പിന്മാറി സ്വസ്ഥമായൊരു ജീവിത അവസ്ഥയിലേക്ക് വരുന്ന ഒരു അവസരം കൂടിയാണ്. നമ്മൾ പറയുക ഒരു കൃപ നിറഞ്ഞ വാർദ്ധക്യം എന്നാണ് പറയുന്നത്. കാരണം അവര് ജനിച്ച് വളർന്ന കാലഘട്ടങ്ങളിൽ അവർ നേടിയെടുത്ത പലതിനെയും മറ്റുള്ളവർക്കും സമൂഹത്തിനുമെല്ലാം ദാനമായി കൊടുത്തിട്ട് ഇതിനെയെല്ലാം ഓർത്ത് നന്ദിയോടുകൂടി ഇരിക്കുന്ന ഒരു കൃപ നിറഞ്ഞ കാലഘട്ടം. പക്ഷെ ഇവിടെയും മാനസികമായിട്ടുള്ള ചില പിരിമുറുക്കങ്ങൾ അല്ലെങ്കിൽ സ്വാഭാവിക കാര്യങ്ങളിൽ, അതായത് നമുക്കറിയാം അവരുടെ ഓർമ്മയിൽ കുറവുകൾ വരാം, അല്ലെ ശാരീരിക ആരോഗ്യത്തിൽ ബലത്തിൽ കുറവുകൾ വരാം, മറ്റു പല ശാരീരിക രോഗങ്ങളുടെയും പേരിൽ വേദനകൾ അനുഭവിക്കുന്നു, ഒറ്റപ്പെടുന്നു. ഇതെല്ലാം അവരുടെ ഒരു മാനസിക ആരോഗ്യത്തെ സാരമായിട്ട് ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. ഈ വാർദ്ധക്യത്തിൽ എത്തുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറെ മാറ്റങ്ങൾ, അത് ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇത്തരം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഇപ്പൊ ചില വാർദ്ധക്യ അനുബന്ധ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അവരുടെ വീട്ടിലുണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങളിലൂടെയൊക്കെ നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. കാരണം ഞാനൊരു കേസ് പറയാം. കാരണം ഇൻഡയറക്റ്റ് ആയിട്ടാണ് ആ ഒരു കേസ് വരുന്നത്. ഒരു 50 വയസ്സ് പ്രായമുള്ള ഒരു ചേച്ചി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈൻറ്റ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ ഭർത്താവും അമ്മായിയമ്മയൊക്കെ കൂടി എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, എനിക്ക് വേറെ സ്ഥലത്തൊന്നും പോകാനായിട്ട് എനിക്ക് വേറെ സ്ഥലമില്ല, അതുകൊണ്ട് എനിക്ക് അഭയം തരണം, അല്ലെങ്കിൽ അവരെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ഒരു രീതിയിലാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്നിരിക്കുന്നത്. അപ്പോൾ കേസ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പോലീസുകാർ പറഞ്ഞു, ചേച്ചി അത് പെട്ടെന്ന് ഇങ്ങനെ കേസ് ഇതൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്, എന്താ പ്രശ്നം ഉണ്ടായത്? അപ്പോൾ പറഞ്ഞു, എൻ്റെ അമ്മായിയമ്മ ഒത്തിരി കള്ളത്തരം പറയുന്നുണ്ട്, കള്ളത്തരം പറയുന്നത് കൊണ്ട് തന്നെ, നുണ പറയുന്നത് കൊണ്ട് തന്നെ എൻ്റെ ഭർത്താവ് എന്നെ സംശയിക്കുന്നു, അദ്ദേഹത്തിന് എന്നെ ഇപ്പോൾ എന്താ പറയുക വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയായി, അപ്പം എന്നെ ചീത്ത പറയുന്നു, ഞാൻ ഇത്രയും കാലം ഇവർക്കൊക്കെ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്തു കൊടുത്താലും ഒരു നന്മയില്ല, ഒരു നന്ദിയില്ലാത്തൊരു രീതിയിലാണ് പോകുന്നത്. അപ്പം ഇതിങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്കും അവർക്ക് മനസ്സിലായി എന്തോ കാര്യമായ ഒരു പ്രശ്നം വീട്ടിലുണ്ട്. അപ്പം സാധാരണ സ്റ്റേഷനിൽ നിന്നൊക്കെ നമുക്ക് ചില കേസുകളൊക്കെ റെഫർ ചെയ്ത് വരാറുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഹിസ്റ്ററി എടുക്കേണ്ട കേസുകളോ അല്ലെങ്കിൽ കുറച്ച് നേരം ഇരുന്ന് കേൾക്കേണ്ട കേസുകളൊക്കെ വരുവാണെങ്കിൽ അവർ നേരെ പറയും, ഒരു പണി ചേച്ചി ഞങ്ങൾ കേസ് എടുക്കാം, കാര്യം ശരി, ചേച്ചി ആദ്യമേ ഒന്ന് പോയി നമുക്കറിയാവുന്ന ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ട് ഹോസ്പിറ്റലിൽ അടുത്ത് തന്നെ, അവിടെ പോയി ഒന്ന് സംസാരിച്ചിട്ട് വന്നിട്ട് അവിടെ നിന്ന് വിളിച്ച് നമ്മളോട് പറഞ്ഞു. നമ്മൾ ഒന്ന് കാര്യങ്ങൾ ചേച്ചിയോട് ചോദിച്ചു. ചേച്ചി പറഞ്ഞു, സിസ്റ്റർ കുറേ നാളായി ഞാൻ അനുഭവിക്കാനായിട്ട് തുടങ്ങിയിട്ട്. അമ്മ പറയും, ഭക്ഷണം കൊടുത്താലും പറയും എനിക്ക് ഭക്ഷണം തന്നില്ല, എന്നെ അവൾ ഉപദ്രവിച്ചു. ഇപ്പം ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള കാര്യം, ഞാൻ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനുണ്ടായ കാര്യം, വീട്ടിലൊരു കടിക്കുന്ന പട്ടിയുണ്ട്, പട്ടി അഴിച്ചു വിടരുതെന്ന് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, ഞാനും അതിനെ അഴിച്ചു വിടാൻ പോവാറില്ല. പക്ഷേ ഈ അമ്മ ചെന്ന് അഴിച്ചു വിടുന്ന അമ്മ ഏകദേശം 80 വയസ്സ് പ്രായമുള്ള ഒരു അമ്മച്ചിയാണ്. നടന്നൊക്കെ പോകും, എന്തായാലും സ്വന്തം കാര്യമൊക്കെ ഒരു പരിധി വരെയൊക്കെ കഷ്ടിച്ച് ചെയ്തു പോകും എന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം മറ്റുള്ളവർ ചെയ്തു കൊടുക്കണം. അമ്മ നടന്നുപോയി, പട്ടി അഴിച്ചു വിട്ടു, പട്ടി പുറത്തേക്ക് ഇറങ്ങി അടുത്ത വീട്ടിലെ കുട്ടിയെ കടിച്ചു. അപ്പൊ അത് പ്രശ്നമായി അവർ വന്ന് ചോദിക്കാനൊക്കെ നിന്നപ്പോഴത്തേക്കും ഉടനെ ഭർത്താവ് കയറി വന്നപ്പോൾ ചോദിച്ചു, ഇതാരെ പട്ടി അഴിച്ചു വിട്ടത്? ഉടനെ അമ്മ പറഞ്ഞു, ഇവൾ അഴിച്ചു വിടുന്നത് ഞാൻ കണ്ടതാന്ന്. അവിടെ സീൻ മാറി.
അപ്പം അതല്ല പ്രശ്നമാണെന്ന് കണ്ട് അപ്പം അവിടെ ഒരു വഴക്ക് തുടങ്ങി. ഉടനെ ഇവർ പോകുന്നതാണ്. അപ്പം ഇവർ പറയുന്നത്, സിസ്റ്ററെ അമ്മയ്ക്ക് ഉറക്കമില്ല, അതുപോലെ തന്നെ അമ്മ എന്താ ചെയ്ത് വെക്കണേന്ന് അറിയത്തില്ല. അമ്മ ചിലപ്പോൾ തുണിയൊക്കെ മടക്കിയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കും, അല്ലെ ഫ്രിഡ്ജിലിരിക്കുന്ന മത്തിയൊക്കെ എടുത്തുകൊണ്ട് അലമാരിക്കകത്ത് കൊണ്ടുവെക്കും. ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് എൻ്റെ ഭർത്താവിനൊട്ടും മനസ്സിലാകുന്നില്ല. ഭർത്താവ് പറയണേ എൻ്റെ അമ്മ അങ്ങനെ ചെയ്യത്തില്ല, എൻ്റെ അമ്മ എല്ലാ കാര്യങ്ങളും ചിട്ടയായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഇതാണ് അവിടെ ഉണ്ടായ പ്രശ്നം. ശരിക്കും നമുക്ക് അവിടെ അമ്മച്ചി വിളിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഫാമിലി വന്നു. പെട്ടെന്ന് അമ്മച്ചി വന്ന് അമ്മച്ചിയുടെ ആ ഒരു മെന്റൽ സ്റ്റാറ്റസ് എടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അമ്മച്ചി ഡിമെൻഷ്യ കണ്ടീഷനിലാണ് നിൽക്കുന്നത്. ഇപ്പൊ ഡിമെൻഷ്യ എന്ന് പറയുമ്പോൾ ഒരു ഡിമണ്ടിങ്, ഡീജനറേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് ആണ്. അവിടെ ഓർമ്മക്കുറവുണ്ടാകും, വ്യക്തിത്വത്തിലെ ചില പ്രശ്നങ്ങളുണ്ടാകും. അന്ന് വരെ കണ്ടിരുന്ന ആളല്ല. ഇനി അവര് മൂലമാണോ ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ അറിഞ്ഞുകൊണ്ടാണോ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമല്ല. കാരണം ഇതാണ് പ്രായത്തിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങളെന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഡീജനറേറ്റ് ആയിട്ട് പോകുന്നവര്, അല്ലെ ഡിമെൻഷ്യയിലേക്ക് പോകുന്നവരെ നോക്കുന്നവരെ സംബന്ധിച്ചും പ്രശ്നങ്ങളുണ്ടാകും. പറഞ്ഞാൽ അവർക്കത് ആ വ്യക്തികൾക്ക്, മുതിർന്ന വ്യക്തികൾക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ എന്ന് പറഞ്ഞാൽ അവർക്ക് എങ്ങായിട്ട് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു മനസ്സിൽ, പക്ഷേ ശരീരം കൊണ്ട് എത്തിപ്പെടുന്നില്ല. ശാരീരിക ഈ അസ്വാസ്ഥ്യങ്ങൾ അവരെ പിന്നിലേക്ക് വലിക്കുന്നു. ഇത് അവരനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഇവരുടെ വർക്കിംഗ് മെമ്മറിയിലൊക്കെ പ്രശ്നമുണ്ട്. കാരണം ഈ അമ്മച്ചിയായിട്ട് സംസാരിച്ചപ്പം അമ്മച്ചി പറയുന്നുണ്ട്, ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് വേണ്ട രീതിയിൽ തരുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു കാര്യം ഇവിടെ സംഭവിക്കുന്നില്ല. അമ്മയുടെ മനസ്സിൻ്റെയാണത്. അപ്പൊ ഈ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും അത് ആ വീട്ടിലുള്ള ബാക്കിയുള്ളവർ അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ അവര് നോക്കുന്നവര് അനുഭവിക്കുന്ന ഒരു മാനസിക വിഷമം എന്ന് ഓർത്ത് നോക്കിക്കേ. ഇനി അമ്മച്ചിയുടെ മനസ്സിന്റെ ഒരു വിഷമം, അത് നമ്മൾ എപ്പോഴും ഈ ജെറിയാട്രിക് ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ അതിനെ സബ്ജക്റ്റീവായിട്ടും ഒബ്ജക്റ്റീവായിട്ടും നമ്മൾ കാണണം. ഒരു അമ്മ ഓർക്കുവാണ്, ഞാൻ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ മക്കള് കല്യാണം കഴിച്ച് അവരുടെ ഭാര്യമാരും മക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ സുഭിക്ഷമായിട്ട് ജീവിക്കുന്നു. എന്നെ തിരിഞ്ഞു നോക്കാൻ ആളില്ല, എനിക്ക് ഭക്ഷണം തരുന്നില്ല, എനിക്ക് ശരീരത്തിന് മൊത്തം വേദന, എന്നെ പിടിച്ച് ഉന്തി മാറ്റുന്നു, തള്ളി മാറ്റുന്നു, ഞാൻ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഏതാണ്ടൊക്കെ കൊണ്ട് എൻ്റെ കട്ടിലിനടിയിൽ വെച്ചിരിക്കുന്നു. അപ്പൊ അവർക്കുണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ളൊരു വിഷമം ഓർത്ത് നോക്കി. അപ്പൊ അവിടുന്നൊക്കെയാണ് ഈ ജെറിയാട്രിക് ഡിപ്രഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഈ വയസ്സുകാലത്തുണ്ടാവുന്ന ഇതിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യാൻ അതിന് ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ മരുന്ന് എന്തെങ്കിലും സഹായകമാണോ, അതോ കൗൺസിലിംഗ് മാത്രമാണോ നമുക്ക് അതിനുള്ള ഉപാധി? ഇപ്പൊ നമ്മൾ ഈ ഡിമെൻഷ്യ പോലുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് അത് മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് നമ്മുടെ ബ്രെയിൻ റിലേറ്റഡ് ആണത്. ബ്രെയിനിലുള്ള സെൽസുകളൊക്കെ എന്താ പറയണത്, ക്ഷയിച്ചു പോയി. അപ്പം നമ്മുടെ ഈ ശരീരം ക്ഷയിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ബ്രെയിനിന്റെ ഫങ്ഷൻസിലും ഒരു എന്താ പറയുക ഡീജനറേഷൻ സംഭവിക്കുന്നുണ്ട്, ഒരു മന്ദത സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പറ്റിയ രീതിയിലുള്ള നമ്മുടെ ന്യൂറോളജിക്കലായിട്ടുള്ള അല്ലെ ന്യൂറോസൈക്കോളജിക്കലായിട്ടുള്ള ചില ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ, അതായത് മെഡിസിൻസ് ഉണ്ടാകും. ഇനി മെഡിസിൻസ് മാത്രമല്ല ഇവർക്ക് വേണ്ടത്, ഇവർക്ക് ഒരു പരിപാലനം ആവശ്യമാണ്. കാരണം സാഹചര്യങ്ങൾ ഇവർക്ക് കുറച്ചുകൂടി അനുകൂലമാകണം. അപ്പൊ അതുകൊണ്ടല്ലേ നമ്മൾ ചെറുപ്രായത്തിൽ വരുന്ന ഈ പ്രതിസന്ധികളെ തരണം ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന മരുന്നുകളെ പോലെയും അതുപോലെ കൗൺസിലിംഗ് പോലെയൊന്നും അത്ര എളുപ്പമല്ല ഈ പ്രായമായിരുന്നു. അത് ഒരു പരിധി വിട്ടുകഴിഞ്ഞു. അപ്പൊ കൂടുതൽ റോള് അതിൽ വാസ്തവത്തിൽ അവരെ പരിപാലിക്കുന്നവർക്കും അടുത്ത ജനറേഷനാണ് കൂടുതൽ ചെയ്യാനുള്ളത്. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം, അവരെ പരിപാലിക്കുന്ന മറ്റ് ഫാമിലിയിലെ ആൾക്കാരാവാം അല്ലെങ്കിൽ കെയർ ടേക്കേഴ്സ് ആകാം, അവരെയാണ് നമ്മൾ കൂടുതൽ ശക്തീകരിക്കേണ്ടത്. അവർക്കാണ് ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ബലം കൊടുക്കേണ്ടത്. കാരണം ഇങ്ങനെയുള്ളവർ ഇതുപോലുള്ള രീതിയിലെല്ലാം സംസാരിക്കാം, പക്ഷേ നമ്മൾ തളർന്നു പോകാൻ പാടില്ല എന്നൊരു രീതിയിലേക്ക് നമ്മൾ അവരെയാണ് എത്തിക്കേണ്ടത്. അതേപോലെ തന്നെ ഇവരെ പരിപാലിക്കുന്ന രീതിയിലുള്ള, നമ്മൾ പറയും ജെറിയാട്രിക് ഫ്രണ്ട്ലി കൺസ്ട്രക്ഷൻസ് എന്നൊക്കെ പറയും. അത് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ വീടുകളിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ഫെസിലിറ്റീസ് അവർക്ക് ഗവൺമെന്റ് അതുണ്ടാവണമെന്ന് നിഷ്കർഷം വെക്കുന്നുണ്ട്. ഇപ്പൊ പൊതുസ്ഥലങ്ങളിലൊക്കെ ആണെങ്കിലും അതേപോലെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് അവരെ ഒരു പരിധിവരെയൊക്കെ ഒന്ന് സുസ്ഥിതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്. ഇതാ ഗുഡ്നസ് ടി വി അഭിമാനത്തോടെ പ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു ഗുഡ്നസ് ടി വി ഇൻ OTT പ്ലാറ്റ്ഫോം. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ആപ്പിൾ ടിവിയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു.
Stay with God. ഒരു ജെറിയാട്രിക് അതായത് ഒരു വാർദ്ധക്യ ദിശയിലേക്ക് വരുമ്പോഴത്തേക്കും സൈക്കോട്ടിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ, അതായത് നമ്മൾ ഹലൂസിനേഷൻ, ഡെലൂഷൻ എന്നൊക്കെ പറയും. അതായത് മിഥ്യാധാരണകൾ, അവര് ഇല്ലാത്തത് കാണുന്നു, കേൾക്കുന്നു, ഇങ്ങനെയുള്ള ഒരു അവസ്ഥകളൊക്കെ ഈ ഒരു പ്രായത്തിൽ കാലഘട്ടത്തിൽ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അവിടേക്ക് ഇതിനെ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പോകാനായിട്ടുള്ള ഒരു കുടുംബ അന്തരീക്ഷം ഉണ്ടാകണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതുപോലെ നമ്മളിപ്പോൾ അത് അവരുടെ ആ ഒരു ബലഹീനതകളും കുറവുകളും നിറഞ്ഞ ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ശരിയാണ്. അതെ. പക്ഷെ അവരുടെ ചില സ്ട്രെങ്ത് പോയിന്റ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഈ ഒരു ഗ്രാൻഡ് പാരന്റ് വീട്ടിലുണ്ടാകുമ്പോൾ ഈ ഗ്രാൻഡ് ചിൽഡ്രനെ സംബന്ധിച്ചിടത്തോളം പാരൻസ് കൊടുക്കുന്നതിനേക്കാൾ വലിയ ശ്രദ്ധയും കരുതലുമാണ് അവർ കൊടുക്കുക. പ്രത്യേകിച്ച് അപ്പനും അമ്മയ്ക്ക് ദേഷ്യം വന്ന് പെട്ടെന്ന് കുട്ടികൾ അവർ ജോലിയുടെ തിരക്കിലാണ് എന്താ ചെയ്യുന്നത്, കുറുമ്പ് കാണിക്കുന്നു, അടിക്കുമ്പോൾ അവരാണ് പല വീടുകളിലും ഗ്രാൻഡ് പാരൻസ് കൊടുത്ത് അവരെ പ്രൊട്ടക്ട് ചെയ്ത് നീ എന്തിനാ കുട്ടികളെ തല്ലുന്നത് എന്ന് വിചാരിച്ച് കുട്ടികളെ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രണ്ടാമത്തെ ഒരു കുട്ടി വീട്ടിലുണ്ടാകുമ്പോൾ ആദ്യത്തെ കുട്ടിക്ക് ശ്രദ്ധ കുറയും. അപ്പോൾ ഗ്രാൻഡ് പാരന്റ് ഉണ്ടെങ്കിൽ വളരെയധികം സംരക്ഷണമാണ് ആ കുട്ടികൾക്ക് ഗ്രാൻഡ് പാരൻസ് കൊടുക്കുന്നത്. പിന്നെ വളരെ പക്വത നിറഞ്ഞ വിധത്തിലും അവരോട് കഥകൾ പറഞ്ഞു കൊടുത്ത് അവരെങ്ങനെ ഭാവനാപരമായിട്ട് വളർത്താനും അപ്പോൾ അങ്ങനെ ആ റോള് തീർച്ചയായിട്ടും ഗ്രാൻഡ് പാരൻസിന് കൊടുക്കുമ്പോൾ ഗ്രാൻഡ് പാരൻസിന് തന്നെ ഒരു സംതൃപ്തിയും സമാധാനം ഉണ്ടാവുന്നു. മാത്രമല്ല കുട്ടികൾക്ക് പാരൻസിൽ നിന്ന് കിട്ടാത്തതിൽ മറ്റും വ്യത്യസ്തമായ കുറേം കൂടിയും ആവശ്യമായ കുറേ കെയർ കുട്ടികൾക്കും കിട്ടുന്നത്. അത് പരസ്പരം മ്യൂച്വൽ ഹെൽപ്പിംഗ് ആണത്. അതിന് അങ്ങനെ ഒരു സാഹചര്യം വീട്ടിലുണ്ടാക്കുക എന്നുള്ളത് ഇതിന് ഒരു പരിധിവരെ അവരെ ഞങ്ങളെ കൊണ്ട് ഇനി ആവശ്യമില്ല എന്ന് പറയുന്ന റോളുകളൊക്കെ ഇല്ലാതിരിക്കാൻ വളരെ സഹായിക്കും. അത് മുതിർന്ന വ്യക്തികൾ ആ പ്രായത്തിലെത്തുമ്പോൾ ജ്ഞാനം കൊണ്ട് നിറയുന്നവരാണേ. നേരത്തെ പറഞ്ഞ കൃപാപൂർവമായ വാർദ്ധക്യം എന്ന വാക്ക് വളരെ വളരെ മനോഹരമാണ്. അതുപോലെ തന്നെ ജ്ഞാനം നിറഞ്ഞവരാണ് അവർ. ഈ പറഞ്ഞ പോലെ അതൊക്കെ ചെയ്യാൻ അവർക്ക് പ്രേരണ കിട്ടുന്നത് ഈ ജ്ഞാനം കൊണ്ട് നിറയുന്നത് കൊണ്ടാണ്. അതുപോലെ ആ കുടുംബത്തിനൊരു വെളിച്ചാണ് സത്യത്തിൽ. കാരണം നമ്മൾ ഓർക്കണം, ഒരു ആയുസ് മുഴുവനും, ഒരു പുരുഷായുസ് മുഴുവനും ആ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് അവരുടെ ജീവിതം വ്യയം ചെയ്തവരാണ്. നമുക്കറിയാം ആദ്യകാലങ്ങളിലെ കഷ്ടപ്പാടുകള്, ദുരിതങ്ങള്, ദുഃഖങ്ങള് അതെല്ലാം കടന്നു പോന്നവരാണ്. ഇപ്പൊ അച്ഛൻ പറഞ്ഞ പോലെ അവർക്ക് ആ ജീവിത അനുഭവത്തിൽ നിന്നുണ്ടായ ജ്ഞാനം എന്ന് പറയുന്നത് നമ്മളത് പുസ്തകത്തിൽ പഠിച്ചെടുക്കേണ്ട കാര്യമല്ല. പിന്നെ വേറെ പ്രത്യേകത ഉണ്ട്, അവർക്ക് അവരുടേതായ ചില പാറ്റേൺസ് ഉണ്ട്. ആ പാറ്റേൺസ് പുതുതലമുറയിലുള്ള മക്കൾക്കും കൊച്ചുമക്കൾക്ക് കിട്ടുമായിരിക്കും. പക്ഷെ മക്കൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ അല്പം പാടുണ്ട്. അത് ഇന്നത്തെ ഒരു യൂസ് ആൻഡ് ത്രോ സംസ്കാരം ബാധിച്ചിട്ടുണ്ട്. ഇനി അപ്പനമ്മേനും വേണ്ട, അവരൊഴിവാക്കുക, അങ്ങനെ ഒരു വലിയൊരു ചിന്ത ഇന്ന് ചിലർ മനഃപൂർവ്വമായിട്ടും ചിലർ അവരുടെ തിരക്കിൻ്റെ ഇടയിൽ അവരെ ശ്രദ്ധിക്കാൻ നേരമില്ലാത്തതുകൊണ്ടും സംഭവിച്ചു പോകുന്നുണ്ട്. അതിന്ന കാലഘട്ടത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ട, അതിലൊരു മാറ്റം വരുത്തേണ്ട ഒരു ഘടകമാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഈ പ്രായമായ മാതാപിതാക്കൾ ബാധ്യതയാണ് എന്ന് ചിന്തിക്കുന്ന ആ ചിന്ത ശരിക്കും പോയിസണസ് ആണ്. അത് വിഷലിപ്തമാണ്. കാരണം അങ്ങനെ ഒരു ചിന്ത ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു യുവതലമുറയ്ക്കോ കുട്ടികൾക്കോ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ നമ്മുടെ സംസ്കാരം നഷ്ടപ്പെട്ടു. ഒറ്റക്കാര്യം ഓർത്താൽ മതി, നാളെ ഇവനും വാർദ്ധക്യത്തിലെത്തും വരുമെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ സ്വത്തിന്റെ കാര്യത്തിൽ എത്രയും വേഗം പേരൻസിൻ്റെ എല്ലാം എഴുതി മേടിക്കാനുള്ള ഭയങ്കര വ്യഗ്രത ഇന്ന് വളരെയധികം ഇപ്പോഴത്തെ തലമുറയിൽ കാണുന്നുണ്ട്. പക്ഷേ അത് പേരൻസിന്റെ അതുപോലെ പേരൻസ് സമയാസമയങ്ങളിൽ അത് എഴുതി കൊടുക്കേണ്ട ഒരു കാര്യം തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ അതെ, അതിപ്പോ പലതും കാലശേഷം ചെയ്യുക, അവർക്ക് എടുക്കാം എന്നുള്ളതാണ് പലതും ഒരു ധാരണ ഉണ്ടാവുന്നത്. പക്ഷെ പലർക്കും ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ എല്ലാ അവകാശങ്ങളും ഇങ്ങോട്ട് കിട്ടണം, എന്തിനാ ഇനി അമ്മയ്ക്ക് സ്വത്ത് എന്തിനാ, അപ്പനെ സ്വത്ത് എന്തിനാ, ഞങ്ങൾക്ക് എഴുതി തന്നൂടെ എന്ന് ചോദിക്കുന്ന വളരെയധികം പ്രശ്നങ്ങൾ വളരെ ധാരാളമായിട്ട് കാണുന്നു. ഉണ്ട്. എനിക്ക് ഇപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ അച്ഛൻ അത് പറയുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അച്ഛന്റെ അടുക്കേ വന്ന് പലരും ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ആ ഒരു കാര്യം പറഞ്ഞതിന്റെ അനുഭവ വെളിച്ചത്തിലാണ് ഇത്ര ആധികാരികമായിട്ട് അച്ഛനത് പറയാനായിട്ട് സാധിക്കുന്നത്. എത്രയോ പേര് ഞങ്ങള് ഇത്രയും നാൾ കഷ്ടപ്പെട്ടത് മുഴുവനും ദേ മക്കൾക്ക് കൊടുത്തു, ഞങ്ങള് വഴിയാധാരമായി, ആരുമില്ല ഞങ്ങൾക്ക്, ആ ഒരു അവസ്ഥയിൽ സമയം ആ അപ്പാപ്പനും മക്കളും തമ്മിലുള്ള ഒരു ധാരണ പുറത്ത് ഇപ്പൊ ആ ഒരു സ്ഥലമായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു അവരുടെ സ്വത്തായിരിക്കാം, അത് ഉപയോഗിക്കാനും മനസ്സിലാക്കാനുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിലുണ്ടല്ലോ ഒത്തിരി വളർച്ചയുണ്ടാവും. അതിനൊരു സമ്മർദ്ദമാണ് ഇത് സംസാരിക്കാനും മനസ്സിലാക്കാനുള്ള സമ്മർദ്ദത്തിൽ മക്കളും വിഷമിക്കുന്നവരുണ്ട്. ഉണ്ട്, എത്രയോ പേരുണ്ട്. കാരണം
ഈ സാധാരണ പറയും ബോധവും ബുദ്ധിയും ഒക്കെ തെളിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഏത് മക്കൾക്ക് ഏതാണ് കൊടുക്കേണ്ടത്, അല്ലെ ആരുടെ കയ്യിലാണ് ഏതാണ് കൊടുക്കേണ്ടതെന്നുള്ളത് ചാവറ പുണ്യാളൻ ചാവരുള്ളിൽ ഭംഗിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ ചെയ്തിരിക്കണം. അത് വാർദ്ധക്യ ദിശയിലുള്ള അല്ലെങ്കിൽ ആ ജീവിതത്തിന്റെ ഈ പറയുന്ന വാർദ്ധക്യത്തിലേക്ക് പോകുന്നവരും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. എൻ്റെ മക്കള് എൻ്റെ കാലശേഷം സ്വത്തുക്കൾക്ക് വേണ്ടിയിട്ടോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ കടിപിടി കൂടാനും അടിപിടി കൂടാനും ഇടയാവരുത്. അപ്പൊ അതിന് വേണ്ട രീതിയിലുള്ള സാഹചര്യം, ഒരു കുടുംബാന്തരീക്ഷം ഉണ്ടാകണം. ആ ഒരു രീതിയിൽ അവരും ചിന്തിച്ചെടുക്കണം. ഇപ്പൊ ചിലപ്പോഴൊക്കെ ചിലർ പറയാറുണ്ട്, അവര് അതായത് വാർദ്ധക്യത്തിലെത്തില്ല, അവരുടെ കിടപ്പുണ്ട്, കഞ്ഞിയും വെള്ളമൊക്കെ വേണമെങ്കിൽ എടുത്ത് കുടിച്ചോട്ടെ, നല്ല പ്രായത്തിൽ ഞങ്ങളെ നോക്കിയിട്ടും ഇല്ല, ഞങ്ങളുടെ കാര്യം ഒന്നും അന്വേഷിച്ചിട്ടും ഇല്ല, ഇനിയിപ്പോൾ അവരുടെ മരണശേഷം പ്രശ്നം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് ആ കിടക്കുന്നതെന്നൊക്കെ. അപ്പൊ ഇത് മക്കളുടെ ഒരു വേദനയാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവരുത്. ഇപ്പം നമ്മുടെ ഈ ഒരു ചർച്ചയ്ക്ക് അത് നിദാനമായതും ഇതുകൊണ്ട് തന്നെയാണ്. കാരണം വാർദ്ധക്യം എന്ന് പറയുന്നത് ദൈവം തരുന്ന ഒരു ജീവിതാവസ്ഥയാണ്. ആ ജീവിതാവസ്ഥയിൽ നമ്മൾ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളെ പോലെ തന്നെ പ്രകാശഗോപുരങ്ങളായിട്ടൊന്നും നിൽക്കണമെന്നില്ല. ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളിലേക്ക് നമ്മൾ പോകുന്നുണ്ട്, മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളിലേക്ക് പോകുന്നുണ്ട്, ബൗദ്ധിക ഘടനയിൽ നമ്മൾ വ്യത്യസ്തങ്ങളിലേക്ക് പോകുന്നു, പലതരത്തിലുള്ള രോഗങ്ങൾ പിടിപെടാം. അപ്പം ഇവിടെയൊക്കെ പരസ്പരം പൂരകമായിട്ട് നിൽക്കുന്നത് ബന്ധങ്ങളാണ്. അപ്പൊ ഈ ബന്ധം അറുത്തുമുറിച്ച് കളയാനായിട്ട് പറ്റില്ല. ഈ വാർദ്ധക്യത്തിൽ അല്ലെങ്കിൽ മുതിർന്ന മാതാപിതാക്കളെ സഹായിക്കാവുന്ന എന്തൊക്കെ മാർഗങ്ങൾ എന്ന് നമ്മളൊന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു കാര്യം കണ്ടത്, ഒരു വ്യക്തി, ഒരു യുവാവ് തൻ്റെ അമ്മയും അപ്പം മരിച്ചുപോയതാ. അപ്പൊ ഒരു വലിയ പരിപാടിക്ക് പോകുമ്പോൾ കൊണ്ടുപോയിരിക്കുകയാണ്, 2-3 ദിവസത്തെ പരിപാടിയാണ്. പക്ഷെ കൊണ്ടുപോയിരിക്കുകയാണ്. ആ അമ്മയ്ക്കുണ്ടാവുന്ന ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ, ഞാനത് കേട്ട് നേരിട്ട്, എനിക്ക് എൻ്റെ മകൻ ഞാനൊരു ചെറിയ ജോലിക്ക് പോകുന്നുണ്ട്, അത് ലീവ് എടുപ്പിച്ചിട്ട് എന്നെ ഈ പരിപാടിക്ക് കൊണ്ടുവന്നിരിക്കുക, ഞാൻ അന്താളിച്ചു പോയിരിക്കുന്നു ആ അമ്മ തന്നെ പറയുകയാണ്. ഓക്കെ, എത്രമാത്രം ഒരു സന്തോഷപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അവർക്ക് ശാരീരികമായിട്ടുള്ള മറ്റു വേദനകളോ അസ്വസ്ഥതകളോ ഒക്കെ എല്ലാം ഉണ്ടെങ്കിലും എൻ്റെ മകൻ അല്ലെ എൻ്റെ പേരക്കുട്ടികൾ എന്നെ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു വലിയൊരു ആശ്വാസം തന്നെയാണത്. ഈ മൈഗ്രേഷന്റെ കാലഘട്ടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അതിലിപ്പോ ഗ്രാൻഡ് പാരൻസ് ഒരു അവശ്യ ഘടകമായി തീർന്നിരിക്കുകയാണ്. വിദേശത്ത് പോയ അപ്പനമ്മ അവിടെ ജോലിക്ക് പോകും, കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ അമ്മയെ കൊണ്ടുപോവുക, അപ്പനെ കൊണ്ടുപോവുക, അത് നിർബന്ധമായിട്ടും കൊണ്ടുപോകുന്നു. അതൊരു സംഗതി നിർബന്ധത്തിന്റെ പേരിലായാലല്ലെങ്കിലും അവരുടെ ഒപ്പം കഴിയാൻ സാധിക്കുന്നു. അപ്പൊ ഇവർക്കും ഒരു അംഗീകാരമാണ്, അവർക്കൊരു സഹായമാണ്. അതൊരു നല്ലൊരു അവസ്ഥയാണ്. അതിന് മാതാപിതാക്കന്മാരൊന്നും സന്നദ്ധരായി, ചിലർ ഞാൻ അങ്ങോട്ടൊന്നും പോകില്ല എന്ന് നിൽക്കുന്നവരുണ്ട്. പക്ഷെ മക്കളുടെ കൂടെ ചെലവഴിക്കാൻ ഇവരൊരു ത്യാഗമായിട്ടായാൽ പോലും അത് നിൽക്കുന്നത് അവർക്ക് വളരെ ആ കുടുംബത്തിന്റെ കെട്ടുറപ്പും സ്നേഹവും കൂട്ടായ്മ നിലനിർത്താൻ വളരെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. ഇപ്പം നമ്മൾ നേരത്തെ ഡിമെൻഷ്യനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഡിമെൻഷ്യ ഈ പോലുള്ള അവസ്ഥകളെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക? ഓക്കെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു ജീവിത ശൈലിയിൽ നിന്നും അവരുടെ പെരുമാറ്റങ്ങളിൽ ഒരു മാറ്റം വരിക, പ്രത്യേകിച്ച് ഒരു മറവി തുടങ്ങുക, അല്ലെങ്കിൽ ഉറക്കം, ഭക്ഷണത്തിൽ, അവരുടെ ജീവിതചര്യകളിൽ ഒരു മാറ്റം വരിക, പരസ്പര ബന്ധം ഇല്ലാത്ത രീതിയിൽ സംസാരിച്ചു പോവുക, അല്ലെങ്കിൽ അവർക്കുണ്ടായിരുന്ന ഒരു സ്നേഹവും കരുണയൊക്കെ അറ്റുപോകുന്നത് പോലെ തോന്നുക. അപ്പോൾ അങ്ങനെ അവരുടെ പെരുമാറ്റത്തിൽ നിന്നുണ്ടാകുന്ന ചില വ്യതിയാനങ്ങൾ, ആ വ്യതിയാനങ്ങൾ നമ്മൾ കണ്ടെത്തി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി ഒരു പ്രശ്നക്കാരെന്നതിനേക്കാൾ ഉപരിയായിട്ട് അവർക്ക് ഈ ഒരു ഡീജനറേഷൻ അല്ലെങ്കിൽ അവരുടെ നാഡീവ്യൂഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലുള്ള ആ തീവ്രത കുറഞ്ഞു, അതിൽ എന്തൊക്കെയോ ആഘാതങ്ങൾ സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ ഒരു ന്യൂറോളജിസ്റ്റിനെയോ ഒക്കെ സമീപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള അസസ്മെന്റ് മാനദണ്ഡങ്ങളുണ്ട്. കാരണം എത്രത്തോളം ആ ഒരു കാര്യത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നറിയാനായിട്ട്. അതനുസരിച്ച് നമുക്ക് അവരോട് പെരുമാറാനായിട്ട് സാധിക്കും. അതിലിപ്പോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള ഒരു സൗഖ്യം കിട്ടും. നമുക്ക് അങ്ങനെ ഒരു പൂർണ്ണ സൗഖ്യം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് നമ്മൾ ഡീജനറേഷൻ അല്ലെ ഡിമെൻഷ്യ പോലെയുള്ള കാര്യങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു ക്യൂർനെസ് അല്ല. അവിടെ നമ്മൾ പെരുമാറ്റങ്ങളിൽ അല്ലെങ്കിൽ അവരെ അപ്രോച്ച് ചെയ്യുന്ന വേയിൽ ഒരു മനോഭാവത്തിലെ ചേഞ്ച് മാനേജ് ചെയ്യാവുന്ന രീതിയിൽ. ഇപ്പം ചിലരുണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം ദേഷ്യം കൂടുന്നു, വയലന്റ് ആകുന്നു ഈ വാർദ്ധക്യ ദിശയിൽ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ സൈക്യാട്രി മരുന്നുകളൊക്കെ നമുക്ക് അഡ്വൈസ് ചെയ്യേണ്ടതായിട്ട് വരും, കൊടുക്കേണ്ടതായിട്ട് വരും. അത് രണ്ടും ഒന്ന് തന്നെയാണ്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫീച്ചേഴ്സ് പറയുമ്പോൾ ചെറിയ മാറ്റങ്ങൾ വരുന്നേ ഉള്ളൂ. ഒരു ഡിമെൻഷ്യയുടെ കാറ്റഗറിയിൽ മറവിയായിട്ട് ബന്ധപ്പെട്ടാണ്. മറവി വ്യക്തിത്വത്തിലുണ്ടാവുന്ന വ്യതിയാനങ്ങൾ, കാഴ്ചപ്പാടിലുണ്ടാവുന്ന വ്യതിയാനങ്ങൾ, അവരുടെ ഇൻട്രസ്റ്റുകൾ മാറുന്നു, മനോഭാവങ്ങൾ മാറുന്നു, അതൊക്കെയാണ് അതിൻ്റെ അകത്ത് സ്വാഭാവികം. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എത്ര വയസ്സായി, ഇപ്പൊ 100 വയസ്സായ വ്യക്തികൾ പോലും വളരെ ക്രിയേറ്റീവായിട്ട് ഇടപെടുന്ന എന്തോരം പേരുണ്ട്. ഉണ്ട് ഉണ്ട് ക്രിയേറ്റീവായിട്ട്. നമുക്കിതിനെ ഒരു ജനറലൈസ് ചെയ്ത് ഇപ്പൊ ഇത്ര വയസ്സിന് ശേഷം ഇങ്ങനെ ഉണ്ടാകും എന്ന് പറയാൻ പറ്റത്തില്ല. അത് വ്യക്തിപരമാണ്. അതുകൊണ്ടാണ് ഓരോ വ്യക്തിക്കും ഉണ്ടാകുന്ന അവരുടെ വ്യക്തിത്വത്തിലെ കാര്യങ്ങൾ, അവരുടെ സ്വഭാവത്തിലെ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വ്യതിയാനം വന്നോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ പൂർണ്ണമായിട്ടൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാർദ്ധക്യ ദിശയിലുള്ളവരെയും നമ്മുടെ കുടുംബത്തിൽ അംഗീകരിച്ച് അവരെയായിട്ട് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് നല്ലൊരു സംവിധാനം നമുക്കുണ്ടാകും. അതുപോലെ തന്നെ മിക്കയിടത്തും ഒരു സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പ് ഒക്കെ, അതായത് അവരെ കൂട്ടി നിർത്തുന്ന ചില ക്യാമ്പുകള്, പകൽ വീടുകൾ ഒരുമിച്ച് കൂടുന്നുണ്ട്. അത് ചിലപ്പോൾ പള്ളികളുടെ നേതൃത്വത്തില്, ചിലപ്പോൾ ഗവൺമെന്റിന്റെ നേതൃത്വത്തില് അങ്ങനെ ഒരുമിച്ച് കൂടുന്ന സന്ദർഭങ്ങളുണ്ട്. ഒരുമിച്ച് ആഴ്ചയിൽ ഒന്നെങ്കിൽ ഒരുമിച്ചിരിക്കും, സംസാരിക്കും, ചായ കുടിക്കും. ആണ് നമ്മുടെയൊക്കെ സംസ്കാരത്തിലും നമ്മുടെ സൊസൈറ്റിയിലും അങ്ങനെയുള്ള കുറെ കാഴ്ചപ്പാടുകളിൽ മാറ്റം വരണം. ഇപ്പം പള്ളികളുടെ നേതൃത്വത്തിലാവാം, അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാവാം ഒരുമിച്ച് കൂട്ടുന്നത്. ഇപ്പൊ എല്ലാ ദിവസവും ഒരുമിച്ച് കൂട്ടണമെന്നല്ല പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഇടയ്ക്കൊക്കെ ഇവരെ എല്ലാവരെയും കൂടി ഒരുമിച്ച് കൂട്ടി അവർക്ക് വേണ്ടുന്ന ചില കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, സന്തോഷകരമായിട്ടുള്ള ചില അനുഭവങ്ങൾ പങ്കുവയ്ക്കുക. അപ്പൊ ഇതെല്ലാം നമ്മുടെ സമൂഹത്തിന് ഇന്ന് ആവശ്യമാണ്. ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ഭരണാധികാരികളും അതുപോലെ തന്നെ മതമേലധ്യക്ഷന്മാരും ഒക്കെ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമായി നടത്തുന്നുണ്ട് പകൽ വീട് എന്നൊക്കെ പറഞ്ഞിട്ട്. നന്നായിട്ടിരിക്കും. ഉണ്ട്, ഒരുമിച്ച് വന്നിരുന്ന്. വേറെ ഞാനൊരു ശ്രദ്ധിച്ച ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ വെഡിങ് കാർഡൊക്കെ അടിക്കില്ലേ, അപ്പൊ സാധാരണ അപ്പന്റെയും അമ്മയുടെയും പേരൊക്കെ ചേർത്തിട്ട് ഓഫ് ദെയർ സൺ എന്നും പറഞ്ഞിട്ടാണ്. ഞാൻ കഴിഞ്ഞിടയ്ക്ക് ശ്രദ്ധിച്ചൊരു വെഡിങ് കാർഡിന്റെ ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ മിസ്സിസ് ഏലിക്കുട്ടി ആൻഡ് മിസ്റ്റർ തോമസ് ഗ്രേഷ്യസ്ലി റിക്വസ്റ്റ് യുവർ കൈൻഡ് പ്രസൻസ് ഓൺ ദെയർ ഗ്രാൻഡ് സൺ എന്ന് പറഞ്ഞിട്ടാണ്. എന്ന് പറഞ്ഞാൽ അപ്പാപ്പന്റെയും അമ്മാമ്മയുടെയും പേര് ചേർത്തിട്ട് കൊച്ചുമകന്റെ, എന്നിട്ട് ബ്രാക്കറ്റില് സൺ ഓഫ് അവർ ഉൾക്കൊള്ളുകയല്ലേ. ഒരു പുതിയ സംരംഭമായിട്ടൊക്കെ അത് വരണം. കാരണം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഒക്കെ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു രീതിയിലേക്ക് വരണം. അപ്പം തീർച്ചയായിട്ടും നമുക്കും ഈ ഒരു എപ്പിസോഡിലൂടെ നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞു കൊടുക്കാനുള്ളത്, ഈ കൃപ നിറഞ്ഞ വാർദ്ധക്യ ദിശയിലേക്ക് വന്നിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കള്, അവർ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. അത് തന്നെയല്ല, നമുക്ക് ഏറ്റവും വലിയൊരു കടമയുണ്ട്. നമ്മൾ ഈ ലോകത്ത് ജനിക്കാൻ, ജീവിക്കാൻ കാരണമായവരാണ് അവർ. അപ്പോൾ നമ്മുടെ ജീവിതവുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ളവരാണ് നമ്മുടെ മാതാപിതാക്കളും. ഈശോ പോലും വംശാവലിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം ആരംഭിക്കുന്നതന്നെ വംശാവലി ഗ്രന്ഥം പറഞ്ഞിട്ടാണ്. എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചിലപ്പോ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവും കേട്ടോ, പക്ഷേ നമ്മളത് മാനിച്ചേ പറ്റും. ഓക്കെ, തീർച്ചയായിട്ടും നമ്മൾ ഓർക്കുവാണ് ഈ ഒരു എപ്പിസോഡ് നമ്മുടെ പ്രേക്ഷകർ ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും അവരുടെ മക്കളെയും കൊച്ചുമക്കളെയൊക്കെ ആയിട്ട് ഇവരുടെ ഗ്രാൻഡ് പാരൻസിനെ ഒന്ന് കാണാൻ ചെല്ലുന്നു, അവരുടെ കൂട്ടത്തിലിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ, ഒന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് ഈ നമ്മുടെ ഈ ഒരു ചർച്ച ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. കാരണം അങ്ങനെയൊക്കെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അവർക്കും അതുകൊണ്ട് വലിയൊരു ഉപകാരമായി. കാരണം ഇവരെ എല്ലാവരെയും കൂട്ടി നിർത്തുന്ന ഒരു അവസ്ഥ, അത് ഈ വാർദ്ധക്യ ദിശയിലുള്ളവരുടെ മാനസികാരോഗ്യം മാത്രമല്ല, കുടുംബത്തിന്റെ മുഴുവനും മാനസിക ആരോഗ്യമാണ് അതിൻ്റെ അകത്ത് വരുന്നത്. മനം തുറന്നാൽ എന്ന മാനസിക ആരോഗ്യ പരിപാടിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പമായിരുന്ന സിസ്റ്റർ ഡോണയ്ക്കും മറ്റ് വിശിഷ്ട വ്യക്തികൾക്കും ഒത്തിരി നന്ദി. അടുത്ത ആഴ്ച മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.